ഹലോ എവരിവൺ, വെൽക്കം ടു FSR ലൈവ്. അപ്പോൾ ഇന്നത്തെ പ്രധാന വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ കുറേ ആയിട്ട് അൽവാരസ് ആണ് പ്രധാന വിഷയം. ഇപ്പോൾ അൽവാരസ് ടു ബാർസലോണ നടക്കുള്ള കാര്യങ്ങളൊക്കെ കുറേ ആയിട്ട് ഇപ്പോൾ കുറേ സീസണുകളായിട്ട് നമ്മൾ കേൾക്കുന്നതാണ്. അൽവാരസ് ബാർസലോട്ട് വരുന്നുണ്ട്. ഇപ്പോൾ മാസങ്ങളായിട്ട് കേൾക്കാൻ തുടങ്ങി, ദിവസങ്ങളായിട്ട് ഇങ്ങനെ കേൾക്കാൻ തുടങ്ങി. ഫൈനലി അൽവാരസ് എത്തിയത് വരെ നമ്മൾ ഇങ്ങനെ ഉറപ്പിച്ച് നിന്ന സമയത്താണ് അൽവാരസ് വരുന്നില്ല എന്നറിയുന്നത്, അൽവാരസിന് അത്ലറ്റിക്കോ മാഡ്രിഡ് വിടുന്നില്ല എന്നറിയുന്നത്, അത്ലറ്റിക്കോ മാഡ്രിഡ് സിഇഒക്ക് ബാർസലോണയിട്ട് വിടാൻ താല്പര്യമില്ല എന്നറിയുന്നത്. അങ്ങനെ അൽവാരസ് വരില്ല എന്നുള്ളൊരു പ്രതീക്ഷ മൊത്തം പോയ സമയത്താണ് ഇപ്പോൾ ഒരു ന്യൂസ് വന്നത്, അൽവാരസ് ടു ബാർസലോണ എന്നുള്ള കാര്യം നടക്കില്ല. പക്ഷേ അൽവാരസിനെ മറ്റ് ക്ലബ്ബുകളിലോട്ട് വിടാൻ റെഡിയാണ് അത്ലറ്റിക്കോ മാഡ്രിഡ്. എസ്പെഷ്യലി പറയാന്നുണ്ടെങ്കിൽ ആർസനലിലോട്ട് പോകാൻ അൽവാരസിന് താല്പര്യമാണെങ്കിൽ പൊക്കോ എന്നുള്ള ലെവലിലാണ് ഇപ്പോൾ അത്ലറ്റിക്കോ മാഡ്രിഡ് ഫൈനലി അറിയിച്ചത്. കാരണം കുറേ ആയിട്ട് അൽവാരസ് എന്താ പറയുക, സംഭവം നടക്കുന്നുണ്ട്. അൽവാരസും സംസാരിക്കുന്നുണ്ട്, പബ്ലിക്കലായിട്ടൊക്കെ പറഞ്ഞതാണല്ലോ. അൽവാരസ് അത്ലറ്റിക്കോ മാഡ്രിഡ് വിടുക എന്നുള്ള കാര്യങ്ങളൊക്കെ പബ്ലിക്കലി പറഞ്ഞതുകൊണ്ട് തന്നെ ക്ലബിന് ഇപ്പോൾ താല്പര്യം ചെറിയ കുറഞ്ഞിട്ടുണ്ട്. അൽവാരസിനെ അവിടെ നിർത്തുന്ന കാര്യത്തിൽ അത്ലറ്റിക്കോ മാഡ്രിഡിന് താല്പര്യമില്ല. കാരണം ഫൈനലി മടുത്ത് കുറേ ആയാലും അൽവാരസ് പോകണമെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ പബ്ലിക്കലി ആയിട്ട് അതിനൊരു ചെറിയൊരു ക്യാമ്പയിനൊക്കെ നടക്കുന്നുണ്ട്, ഫ്രീ അൽവാരസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ക്യാമ്പയിനൊക്കെ നടക്കുന്നുണ്ട്. സോ ആ കാര്യങ്ങളൊക്കെ കൊണ്ട് ഫൈനലി അത്ലറ്റിക്കോ മാഡ്രിഡ് എന്താ പറയുക, എന്തായാലും ബാർസയിലോട്ട് വിടില്ല. വേണമെങ്കിൽ ആർസനലിലോട്ട് പോയിക്കോ, വേണമെങ്കിൽ പ്രീമിയർ ലീഗ് കളിച്ചോ, ലാലിഗ കളിക്കേണ്ട എന്നുള്ള ലെവലിലാണ് ഇപ്പോൾ ഫൈനലി അത്ലറ്റിക്കോ മാഡ്രിഡ് പറയുന്നത്. പക്ഷേ അപ്പം തന്നെ അൽവാരസ് ഒറ്റ കാര്യം പറഞ്ഞിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. എന്താ റിപ്പോർട്ട് എന്താ ചോദിച്ചാൽ, അൽവാരസ് നോ എന്ന് പറഞ്ഞിട്ടുണ്ട്. പോവുകയാണെങ്കിൽ അത് ബാർസയിലോട്ട് മാത്രം, അല്ലെങ്കിൽ പോകുന്നില്ല എന്നുള്ളത് തന്നെയാണ് അൽവാരസിൻ്റെ പക്ഷം. ക്രിസ്ത്യൻ റൊമേറോ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, അൽവാരസിൻ്റെ കാരണം ഇപ്പോൾ രണ്ടാളും അത്ലറ്റിക്കോ മാഡ്രിഡിലാണല്ലോ, ടോട്ടൻഹാമിൽ നിന്ന് ട്രാൻസ്ഫറിൽ വന്ന് ക്രിസ്ത്യൻ റൊമേറോ സെൻറ്റർ ബാക്കാണ്. ബാർസയിലോട്ട് എത്തുന്നൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. പക്ഷേ അത്ലറ്റിക്കോ മാഡ്രിഡിലോട്ട് പോയി. പക്ഷേ എന്തായാലും ക്രിസ്ത്യൻ റൊമേറോ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, താരത്തിൻ്റെ പ്ലേയിങ് കാര്യങ്ങളിലോ മറ്റൊന്നും ഈ ഒരു വിഷയം ബാധിച്ചിട്ടില്ല എന്നാണ്. കാരണം അൽവാരസ് ഇപ്പോഴും അൽവാരസിൻ്റെ ആ ഒരു ഗോൾ അടിക്കുന്ന ആ ഒരു കാര്യങ്ങളിലും അദ്ദേഹത്തിൻ്റെ ആ ഒരു പൊസിഷനിലും എല്ലാത്തിലും പെർഫെക്റ്റ് ആണ്. അതൊന്നും അദ്ദേഹത്തിന് ഇങ്ങനത്തെ കുറച്ച് ക്ലബ്ബുമായിട്ടുള്ള ഇഷ്യൂവും അതൊന്നും അദ്ദേഹത്തിൻ്റെ എന്താ പറയുക കളിയിലോ മറ്റു കാര്യങ്ങളിലൊന്നും ബാധിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അത് കാരണം എന്താ, അദ്ദേഹം മറ്റു കാര്യങ്ങൾ നടക്കുന്നു, തനിക്ക് ക്ലബ്ബ് വിടുന്നുള്ള കാര്യങ്ങളും അതൊക്കെ നടക്കുന്നു. പക്ഷേ തൻ്റെ കാര്യം, കാരണം അൽവാരസിൻ്റെ ആ ഒരു ഭാവി വേണമെന്നുണ്ടെങ്കിൽ തൻ്റെ ഈ പ്രൊഫഷണലായിട്ട് ഇത് ബാധിക്കാൻ പാടില്ല. ആ കാര്യത്തിലൊന്നും ബാധിച്ചിട്ടില്ല എന്നാണ് നമ്മൾ റൊമേറോ അറിയിച്ചത്. അർജന്റീനൻ സെൻറ്റർ ബാക്ക് റൊമേറോ ആണ് ഇതൊക്കെ അറിയിച്ചത്. കാരണം ഇപ്പോൾ അത്ലറ്റിക്കോ മാഡ്രിഡിലാണല്ലോ, അപ്പോൾ രണ്ടും ടീംമേറ്റ്സ് ആണല്ലോ. അപ്പം അങ്ങനെയൊക്കെയാണ് റിപ്പോർട്ടുകളൊക്കെ വരുന്നത്. എന്തായാലും ആ കാര്യം ബാർസയിലോട്ട് ഈ സീസണിൽ എന്തായാലും വരില്ല. ആ കാര്യത്തിൽ ഒരു കൺഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. കാരണം താരത്തിന് അവിടെ 2030 വരെ കരാറുണ്ട്. അപ്പം വിടണോ വേണ്ടെന്ന് അത്ലറ്റിക്കോ മാഡ്രിഡ് തീരുമാനിക്കും. എങ്ങോട്ട് വിടണമെന്നും അത്ലറ്റിക്കോ മാഡ്രിഡ് തീരുമാനിക്കും. അവരെ പറഞ്ഞിട്ടും കാര്യമില്ല എന്നുള്ള ചെറിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, റൈവൽസിലോട്ട് പോകാന്നുള്ള കാര്യത്തിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ ക്ലബിനും. ഇന്നിവിടെ കളിച്ച താരം നാളെ അവിടെ കളിക്കുന്നു, നമുക്കെതിരായിട്ട് കളിക്കുന്നു എന്നുള്ളൊരു സംഭവം വരാതിരിക്കാൻ, പിന്നെ അൽവാരസിൻ്റെ ആ ഒരു പൊട്ടൻഷ്യൽ അറിയുന്നത് കൊണ്ടുമായിരിക്കാം ക്ലബ്ബ് അൽവാരസിനെ ഒരിക്കൽ പോലും ലാലിഗ കളിപ്പിക്കേണ്ട, വേണമെങ്കിൽ പോയി പ്രീമിയർ ലീഗ് കളിക്കട എന്നുള്ളൊരു ലെവലിൽ നിൽക്കുന്ന നിലവിൽ അങ്ങനെയൊക്കെയാണ് നിലവിൽ റിപ്പോർട്ടുകളൊക്കെ വരുന്നത്. പിന്നെ പറയാനുള്ള കാര്യം, ഈ തവണത്തെ നമ്മളെ ലാലിഗയിൽ അത്ലറ്റിക്കോ മാഡ്രിഡായിട്ടുള്ള ഗെയിം തീ പാറും. കാരണം നമുക്കൊരു ഭയങ്കര ഒരു പണി തന്നാണ്. അപ്പോൾ തിരിച്ചടിക്കും. കഴിഞ്ഞ കോപ്പ ഡെൽ റേയിലും ചാമ്പ്യൻസ് ലീഗിലൊക്കെ ഓല് നമുക്കിട്ട് നല്ല പണി തന്നിട്ടുണ്ട്. നമ്മളെ പുറത്താക്കിയത് ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് ഓലാണ്, അതുപോലെ തന്നെ കോപ്പ ഡെൽ റേയിലും ഓലാണ് നമ്മളെ പുറത്താക്കിയത്. എന്നിട്ട് ഓല് രണ്ടും നേടിയിട്ടുമില്ല. കോപ്പ ഡെൽ റേ ഓല് നേടിയിട്ടില്ല, ചാമ്പ്യൻസ് ലീഗ് ഓല് നേടിയിട്ടില്ല. പക്ഷേ അതിനുള്ളൊരു പണി ഈ തവണ നമ്മൾ കൊടുക്കും. നവംബറിലാണ് നമ്മളെ ഫസ്റ്റ് മാച്ചായിട്ട് ലാലിഗയിൽ വരുന്നത്. അത്ലറ്റിക്കോ മാഡ്രിഡ് vs ബാർസലോണ മാച്ച് ഈ തവണ എന്തായാലും തീ പാറും. നമ്മളെ റൈവൽസാണ്, ആദ്യം നമ്മൾ തീ പാറുന്നതാണ്. പക്ഷേ ഇത്തവണ കുറച്ച് തീ പാറും. കാരണം പോലെ നമുക്കിട്ട് നമ്മൾ അൽവാരസ് ടു ബാർസലോണ എന്നുള്ള കാര്യത്തിൽ നമ്മൾ കുറേ ആയിട്ട് നിന്നിട്ടും, നമ്മൾ പരമാവധി താന്ന് നിന്നിട്ടും പോലെ നമുക്കിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ അത്ലറ്റിക്കോ മാഡ്രിഡ് vs ബാർസലോണ മാച്ച് തീ പാറും. നവംബറിലാണ് മാച്ച് വരുന്നത്. അതിന് മുന്നേ ലാലിഗ നമ്മളെ ഫസ്റ്റ് മാച്ച് വരുന്നത് 24-ാം തീയതി, 2 ദിവസം കഴിഞ്ഞ് നമ്മളെ ഫസ്റ്റ് മാച്ചാണ്. സോ എന്താണ് നിങ്ങളുടെ ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ച്, നിങ്ങളുടെ ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. പിന്നെ മറ്റു ചില ന്യൂസുകളൊക്കെ കേൾക്കുന്നുണ്ടല്ലോ, നമ്മളെ ഇന്റർ മിലാനിൽ നമ്മളെ ലൗറ്റാറോ മാർട്ടിനസ് ടു ബാർസലോണ എന്നുള്ള കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. ഒന്നാമത് ലൗറ്റാറോ മാർട്ടിനസിന് താല്പര്യം ഉണ്ട് എന്നൊക്കെയാണ് ഇപ്പോൾ റിപ്പോർട്ടുകളൊക്കെ വരുന്നത്. എത്രത്തോളം സത്യസന്ധമായ റിപ്പോർട്ടുകളാണെന്നും അറിയില്ല. താല്പര്യം ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഒരിക്കലും ഇന്റർ മിലാനിൽ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്റർ മിലാൻ്റെ ക്യാപ്റ്റനാണ്. പിന്നെ എന്താ പറയുക, ആ ക്ലബിന് ശരിക്ക് ലൗറ്റാറോ മാർട്ടിനസിന് ആവശ്യമാണ്.
അതുകൊണ്ട് തന്നെ അതൊന്നും നടക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഈ വിഷയങ്ങളെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. എന്തായാലും ദിസ് സീസൺ അല്ലെങ്കിൽ ദിസ് ടൈം ദിസ് വിൻഡോ ഇതൊന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എസ്പെഷ്യലി പറയുകയാണെന്നുണ്ടെങ്കിൽ അൽവാരസ് ടു ബാഴ്സലോണ അതൊരിക്കലും ദിസ് ട്രാൻസ്ഫർ വിൻഡോ അത് നടക്കുമെന്ന് തോന്നുന്നില്ല. സോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.